കുട്ടിക്കാലം മുതലേ നമ്മളോട് പലരും പറയാറുണ്ട്, പുതുതായി എന്തെങ്കിലും ചെയ്യ്, വലുതായിട്ട് ചിന്തിക്ക്, വ്യത്യസ്തമായി ചെയ്യ് എന്നൊക്കെ. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ ചെയ്യാൻ പോയാ അതേ ആളുകൾ തന്നെ പറയും, ഇത്ര വലിയ സ്വപ്നമൊന്നും കാണരുത്, ഇത്ര ഉയരത്തിലൊന്നും പറക്കരുത്, സേഫ്റ്റിയാണ് പ്രധാനം, സാറ്റിസ്ഫാക്ഷൻ ആണ് പ്രധാനം, ഉള്ളത് കൊണ്ട് സന്തോഷിക്ക് എന്നൊക്കെ പറയും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കണം. ഇന്നത്തെ ചെറിയ ഐഡിയ ആണ് നാളെ വലുതായി മാറുക. ഇന്നത്തെ യുവാക്കൾക്ക് സേഫ്റ്റിയും സാറ്റിസ്ഫാക്ഷനും അല്ല പ്രധാനം. അവരോടുന്നത് അവരുടെ അംബിഷന്റെ പുറകെയാണ്. അവർ പുതിയ ഐഡിയകൾ കൊണ്ട് പുതിയ ഇന്ത്യക്ക് വേണ്ടി പുതിയ പാതകൾ ഉണ്ടാക്കുകയാണ്. ഇതിന്റെയൊക്കെ തുടക്കം എവിടെയാണെന്നറിയോ? ഇവിടെ ഭാരതത്തിന്റെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദിയിൽ. ഐഡിയ ബാസ്. ഐഡിയ നിങ്ങളുടേത്, പണം ഞങ്ങളുടേത്. നിറഞ്ഞ കയ്യടികളോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ ഇൻവെസ്റ്റിംഗ് ടൈറ്റൻസിനെ. ആദ്യം തന്നെ വരാൻ പോകുന്നത് റുക്കം ക്യാപിറ്റലിന്റെ ഫൗണ്ടർ ആൻഡ് ഫസ്റ്റ് ഇൻവെസ്റ്റർ അർച്ചന ജാഗീർദാർ. സ്വാഗതം ചെയ്യാം അവാർഡ് വിന്നിംഗ് ജേർണലിസ്റ്റ് ആൻഡ് ഓണ്ടർപ്രണർ, ഷീ ദ പീപ്പിളിന്റെയും ഗായത്രിയുടെയും ഫൗണ്ടർ ശൈലി ചോപ്ര. നിറഞ്ഞ കയ്യടികളോടെ സ്വാഗതം ചെയ്യാം ഇൻഡോർ മുതൽ അമേരിക്ക വരെ നീളുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമ, സീരിയൽ ഇൻവെസ്റ്റർ, VC ഫ്രം വാഷിംഗ്ടൺ DC സന്ദേശ് ശാരദ. ലിബർട്ടി ഷൂസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനുപം ബൻസൽ. നമ്മൾ എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നു ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും വ്യത്യസ്തമായി ഓരോന്ന് ചെയ്യുന്നു. ചിലർ ബിസിനസ് ചെയ്യുന്നു, ചിലർ വയലുകളിൽ ഇറങ്ങി കൃഷി ചെയ്യുന്നു. എല്ലാം 3 നേരത്തെ ആഹാരത്തിനായാണ്. പക്ഷെ ദിവസം മുഴുവനും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെടണം? വരൂ, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഐഡിയ ബാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ഉണ്ടാക്കി തരാനായി വരികയാണ്. നിറഞ്ഞ കയ്യടികളോടെ സ്വാഗതം ചെയ്യാം യതിൻ, അമിത് ആൻഡ് സുദീപ്. കിച്ചൺ എന്ന് പറയുന്നത് നമ്മൾ പാചകം ചെയ്യാൻ മാത്രമുള്ള സ്ഥലമല്ല. ഓരോ ദിവസവും ഒരു പുതിയ ഡിസാസ്റ്റർ സംഭവിക്കുന്നുണ്ട്. ഈ സ്ട്രഗിൾ ഇവരുടേത് മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവനും ദിവസം തോറും നടക്കുന്നു. ഓഫീസ് ലൈവിൽ കോഡിംഗ് നിഞ്ച, പക്ഷേ കിച്ചണിൽ എറർ 404, മസാല നോട്ട് ഫൗണ്ട്. ദിവസം മുഴുവൻ ലൈഫ് എന്ന റൈസിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ വൈകുന്നേരം പാചകം ചെയ്യുന്നത് മാത്രമല്ല ബുദ്ധിമുട്ട്, ഫുഡ് സെലക്ട് ചെയ്യുന്നത് അതിനേക്കാളും വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ പുറത്ത് നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്നത്, അത് അതിനേക്കാളും കഷ്ടമാണ്. സൊല്യൂഷൻ എന്താ? തല 3 പക്ഷെ വേദന 1. വീട്ടിലെ ഭക്ഷണം. ഐഡിയ. പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം. ഇൻട്രൊഡ്യൂസിംഗ് നോഷ്. ടൈറ്റൻസ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ബർമീസ് ഖോസായ്, വെജ് ലക്നോവി ബിരിയാണി, പിന്നെ റബഡിയും. നിങ്ങൾക്ക് ഷെഫാണോ? നിങ്ങളാണോ ഉണ്ടാക്കിയത്? ടൈറ്റൻസ്, സത്യമായിട്ട് ഞങ്ങൾക്ക് പാചകം ചെയ്യാൻ അറിയില്ല. പക്ഷെ ഏത് സൂപ്പർ ഷെഫാണ് ഈ ഡിഷസ് എല്ലാം ചെയ്തത്, ആ ഷെഫിനെ ഞങ്ങൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായും. ഷെഫ്, പ്ലീസ് മുന്നോട്ട് വരൂ. എന്തുപറ്റി? കിച്ചൺ മാത്രമേ ഉള്ളൂ, ഷെഫ് എവിടെ ഈ പോയി? മൈക്രോവേവ് ആണോ? ടൈറ്റൻസ്, നിങ്ങൾ എല്ലാവരും ഇതിനെ ഒന്നെങ്കിൽ മൈക്രോവേവ് അല്ലെങ്കിൽ ഓവൻ എന്ന് വിചാരിച്ചേക്കാം. പക്ഷേ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോണോമിക് റോബോട്ട് ഷെഫാണ്. ഇതുകൊണ്ട് എത്ര ഡിഷസ് ആണ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്? 15. ഞങ്ങളുടെ ഷെഫിന് 500-ലധികം ഇന്ത്യനും ഇന്റർനാഷണലുമായ ഡിഷസ് ഉണ്ടാക്കാൻ കഴിയും. ടൈറ്റൻസ്, നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഡിഷ് കഴിക്കണമെങ്കിൽ പാസ്ത, ഫെറ്റോച്ചിനി, ഹൗസ് വൈ. ഡിസേർട്ടിലെ ക്യാരറ്റ് ഹൽവ, ചെറുപരിപ്പ് ഹൽവ, ഗീർ, പായസം. എന്നിട്ട് വീട്ടിലെ ഭക്ഷണങ്ങളായ സാമ്പാർ, തോരൻ, അവിയൽ, ഓലൻ, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി. ഇത് മുഴുവൻ പറയാൻ പോയി കഴിഞ്ഞാൽ പിച്ച് ടൈം തീർന്നു പോകും. വീട്ടിലെ ഭക്ഷണമാണ് എല്ലാവരുടെയും ഫസ്റ്റ് പ്രിഫറൻസ്. പക്ഷേ ഭക്ഷണം ഉണ്ടാക്കാൻ എവിടെയാണ് നമുക്ക് സമയമുള്ളത്? അതുകൊണ്ടാണ് വീട്ടുകാർ ഹൗസ് മെയ്ഡിനെ വെക്കുന്നത് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ഭക്ഷണം മേടിക്കുന്നത്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചാലഞ്ച്. ഒരു വെറൈറ്റി ചലഞ്ച്. അതായത് നിങ്ങൾക്ക് വീട്ടിലെ ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടത്തില്ല. അതിപ്പോ വെറൈറ്റി വേണമെങ്കിൽ വീട്ടിലെ ഫുഡ് കിട്ടത്തില്ല. ഈ പ്രശ്നം സോൾവ് ആക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ നോഷ് നിർമ്മിച്ചിരിക്കുന്നത്.
അതായത് നിങ്ങളുടെ കിച്ചണിൽ നിങ്ങളുടെ സഹായത്തിനായുള്ള ഒരാൾ. അതായത് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് റെസിപ്പി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രഷ്യസ് ടൈം കിച്ചണിൽ ചെലവിടുന്നതിന് പകരം വീട്ടുകാരോടൊപ്പം ചെലവിടാൻ പറ്റും. ഈ നോഷനെ ഓരോ വീട്ടിലെയും അംഗമാക്കി മാറ്റാൻ ഞങ്ങളുടെ ആസ്ക് 2 CR ഓൺ കൺവെർട്ടബിൾ നോട്ട്. അപ്പൊ പറയൂ ടൈറ്റൻസ്, ഞങ്ങളുടെ സൂപ്പർ ഷെഫ് നോഷനോട് കൈകൊടുക്കാൻ തയ്യാറാണോ? നിങ്ങൾ 3 പേർക്കും ഈ വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് താങ്ക് യു. യു സർ. നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ എങ്ങനെയാ കിട്ടിയത്? ഞാൻ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഒരാളാണ്. ഞാനും എന്റെ വൈഫും രണ്ടുപേരും വർക്കിംഗാ. ഞങ്ങൾക്ക് ഒരു കോൺസ്റ്റന്റ് ചാലഞ്ച് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ടേസ്റ്റി ആയിട്ട് വല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് നടക്കില്ലായിരുന്നു. ഞങ്ങൾ പല കുക്സിനെയും മാറ്റി നോക്കി, പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു. ബട്ട് സ്റ്റിൽ ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. ആ സമയം ഞാൻ എന്റെ ഭാര്യയെ കിച്ചണിൽ പോയി സഹായിക്കുമായിരുന്നു, നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയേ. പക്ഷേ ഞാനതിന് യൂസ്ലെസ് ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നി എൻ്റെ സ്കിൽസ് ഉപയോഗിച്ച് എന്തെങ്കിലും യൂസ്ഫുൾ ആയി ചെയ്യാന്ന്. അങ്ങനെ ഈ നോഷന്റെ ഐഡിയ കിട്ടിയ. അതായത് നിങ്ങൾ നിങ്ങളുടെ വൈഫിന് ചെറിയൊരു സഹായം ചെയ്യാമെന്ന് കരുതി അവസാനം വലിയൊരു സഹായം തന്നെ ചെയ്തിരിക്കുകയാണ്. പിന്നെ എന്നെ പോലെയുള്ള ഒരുപാട് പേരുടെ ലൈഫ് ഈസി ആക്കിയിരിക്കുകയാണ്. താങ്ക് യു സർ. എന്തായാലും പ്രൊഡക്റ്റ് കൊള്ളാം. നിങ്ങൾ ഇവരുടെ ചോദ്യങ്ങൾക്ക് ശേഷമാണോ ഇവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ല അതിന് മുന്നേ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്നത് ആദ്യം നമുക്കൊരു ഡെമോ കാണിച്ചു കൊടുക്കാം. ആ സമയം ഭക്ഷണം റെഡി ആകുമ്പോ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നടത്താം. അതിരിക്കട്ടെ, ഇന്നത്തെ മെനു എന്താ? പറയൂ. നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് പനീർ ടിക്ക, പനീർ ടിക്ക. ആ ഓ, പനീർ. നോക്കട്ടെ. ഗ്രേറ്റ് മൈൻഡ്. ഇതാണ് ഇതിന്റെ സ്പൈസ് റാക്ക്. ഇതിലാണ് എല്ലാ സ്പൈസസും ഉണ്ടാവുക, മിക്കവാറും നമ്മുടെ എല്ലാ ഇന്ത്യൻ സ്പൈസസും. ഇതില് വാട്ടറും ഓയിലും നിറച്ചു വെക്കണം. അത് നിങ്ങളുടെ റെസിപ്പിക്ക് അനുസരിച്ച് ഉള്ള വെള്ളവും ഓയിലും മിക്സ് ചെയ്തോളും. ഏതെങ്കിലും ഒരു ഡിഷ് നെയ്യിൽ ഉണ്ടാക്കണമെന്ന് തോന്നിയാ? അതിന് ഗീ മൂഡും ഉണ്ട്. ഗീ മോഡും ഉണ്ടോ? അതെ, അതും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത് പനീർ ടിക്കയാണെങ്കിൽ ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഡിഷാണ്. അത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ചോദിക്കുന്നത് എത്ര പേർക്ക് വേണ്ടിയാ ഭക്ഷണം ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പൊ ഞാൻ എൻ്റർ ചെയ്യും 4 പേർക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് അത് കാണിക്കും. ആ ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ ഈ ട്രേ പുറത്തെടുക്കണം. ഇതിലാണ് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെക്കാനുള്ളത്. ഓക്കെ. ഇപ്പൊ ഞങ്ങൾ പാൻ ഫ്രൈ പനീർ ടിക്കയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലോട്ടിൽ ഗ്രീൻ ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മസ്റ്റർഡ് ഓയിലൊക്കെ അതിനകത്ത് പോകും. ഓണിയൻ ആൻഡ് ക്യാപ്സിക്കം രണ്ടാമത്തതിനകത്ത് പോകും. കസൂരി മേത്തിയും കേർഡും ഒക്കെ മൂന്നാമത്തതിനകത്ത് പോകും. എന്നിട്ട് 5ാമത്തെ സ്ലോട്ടിൽ ഇടേണ്ടതാണ് പനീർ. അല്ല 4 പേർക്ക് ഉണ്ടാക്കണം എന്ന കാരണം കൊണ്ടാണോ 2 സ്ലോട്ടിൽ പനീർ വെച്ചത്? ആക്ച്വലി ഷെഫിന്റെ നോളജ് മുഴുവൻ ഇതിനകത്ത് ഇൻബിൽട്ട് ആണ്. സോ ഷെഫ് അല്ലേ തീരുമാനിക്കുന്നത് എന്താണ് വേണ്ടത്, എവിടെയാ വേണ്ടത്, എത്രത്തോളം ഇടണം. അതിനനുസരിച്ചാണ് ഈ മെഷീൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ പാനിനകത്താണ് നിങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള ചേർണർ നോക്കിയാൽ ഇത് മാഗ്നറ്റിക് ആണ്. നിങ്ങൾ വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി, നോക്കേണ്ട ആവശ്യം പോലും ഇല്ല, അത് ഫിക്സ് ആയിക്കോളും. സ്റ്റാർട്ട് കുക്കിംഗ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിന് മുമ്പ് ഓയിലിന്റെയും വാട്ടറിന്റെയും ലെവൽ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇപ്പൊ ഇതാ അതിന്റെ പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഞാൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അത് അതിന്റെ പണി ചെയ്തുകൊണ്ടേയിരിക്കും. അതെല്ലാം ക്യാമറയിൽ ഷൂട്ട് ആയിക്കൊണ്ടിരിക്കും. അല്ല നമ്മളിത് അടയ്ക്കണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. തുറന്നു വെച്ചാലും ഓക്കെ ആണോ? എന്നാലും ഒരു എന്നാ പ്രശ്നമില്ല. ഇത് മുഴുവൻ ഇൻഡക്ഷൻ ഹീറ്റിംഗ് ആണ്. അതുപോലെ നിങ്ങളുടെ ആ മൊബൈലിലും ഇതിന്റെ കുക്കിംഗ് സ്റ്റേജ് കാണാൻ പറ്റും. ഓയിൽ ഒഴിച്ചിരിക്കുകയാണ്. ആഹാരം റെഡി ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിയിൽ പോയെന്ന് വിചാരിക്കുക. ഇതിന്റെ ട്രെയിൽ ലോഡ് ചെയ്തിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് പുറത്ത് നിന്ന് തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും മൊബൈൽ ആപ്പ് വെച്ച്. ഓ വാവ്. ഒരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ പാചകം അതിൽ പല രീതിയിലുള്ള വെറൈറ്റീസ് ഒക്കെ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു 4 ഐറ്റംസിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് 4 ഡിഷും ഇവിടെ റെഡിയായി കാണും. സർ, ഇത് കുറച്ച് സ്വാർത്ഥതയാണെന്നല്ലേ തോന്നുന്നത്? സാർ, നിങ്ങൾക്ക് 4 ഡിഷ് വേണമെങ്കിൽ ഇതുപോലെയുള്ള 4 എണ്ണം നിങ്ങൾ വാങ്ങണം. കാരണം നിങ്ങൾ പൊരിച്ചതൊന്ന്, ഉപ്പേരി ഒന്ന്, അവിയൽ ഒന്ന് എന്നൊക്കെ പറയും. ഏത് വിധത്തിലുള്ള കസ്റ്റമേഴ്സ് ആണ് ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് ഒന്ന് പറഞ്ഞു തരാമോ? ഇന്ത്യയിൽ 2 സെറ്റ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. അതിൽ ഒന്ന് ഫാമിലീസ് ആണ്, അതിൽ കുട്ടികളുണ്ട്. സോ ബേസിക്കലി അവർ ബിസി മംസ് ആണ്, ജോലിയും ചെയ്യുന്നുണ്ട്, സെയിം ടൈം അവർ വൈകുന്നേരം വന്ന് പാചകവും ചെയ്യണം. അവർക്ക് വേണ്ടി നോഷ് അവർക്ക് ആവശ്യമുള്ള പേഴ്സണലൈസ്ഡ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. കാരണം ഇതിൽ നിങ്ങൾക്ക് ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഓയില്, സ്പൈസസ്, അങ്ങനെയുള്ള എല്ലാ സാധനം അഡ്ജസ്റ്റ് ചെയ്യാം. രണ്ടാമത്തേത് ഞങ്ങൾ അതിനെ വിളിക്കുന്നത് ഫാമിലീസിന്റെ ഫ്രാഗ്മെന്റ് ഫുഡ്. അവർക്ക് വേണ്ടി ഹസ്ബൻഡ്സ് മോസ്റ്റ് ഓഫ് ദ ടൈം അവർ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ആണ് ഓർഡർ ചെയ്യുന്നത്. പക്ഷെ സെയിം ടൈം അവർക്കൊരു ഗിൽറ്റി ഉണ്ടാകും, അത് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിയാണ് കഴിക്കുന്നത്, അത് ഹെൽത്തി ആയിരിക്കില്ല. പക്ഷേ ഈ നോഷ് ട്രസ്റ്റഡ് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒലിവെണ്ണ യൂസ് ചെയ്യും, കടുകെണ്ണ യൂസ് ചെയ്യും, ട്രസ്റ്റഡ് പനീർ യൂസ് ചെയ്യും. അങ്ങനെ നോഷ് ഓട്ടോമാറ്റിക്കലി കുക്ക് ചെയ്യും. സോ ഇതാണ് ഇന്ത്യയിലെ ഞങ്ങളുടെ 2 സെഗ്മെന്റ്സ്. ഇന്ത്യയിൽ നമുക്ക് ഏകദേശം 350 യൂസേഴ്സ് ഉണ്ട്. അവരെല്ലാ ദിവസവും ഇതാണ് ഉപയോഗിക്കുന്നത്.
മാത്രമല്ല US-ലും ഏകദേശം 35 വീടുകളിൽ ഇപ്പൊ ഇതാണ് ഫുൾ ടൈമായി യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ അമ്മമാരൊക്കെ എന്താണ് നിങ്ങളുടെ പറഞ്ഞത്? മമ്മി കൂടെ വന്നിട്ടുണ്ടോ? എന്നാ അവരെ വിളിക്കൂ. മമ്മി, വെരി നൈസ്. જતીને જ્યારે આ આઈડિયા માટે વિચાર્યું અને તમને કહ્યું તો તમને શું વિચાર્યું હતું? તમને શું લાગ્યું હતું? ના જ પાડે કે નથી કરવાનું આ કામ, આપણે નોકરી જ કરવાની છે. આ કામ આપણા નથી. તમે આ નોશમાંથી આ મશીનમાંથી બનેલી વસ્તુ ખાધી હતી? તમને શું લાગ્યું હતું? એકદમ તમારા ટેસ્ટ માટે બનેલી હતી? અરે વાહ. મેં તો એને શીખવ્યું છે. ഇവരാണ് മെഷീനെ തന്നെ പഠിപ്പിച്ചത്. കൊള്ളാലോ. അപ്പോ നിങ്ങൾ വിൽക്കുന്ന ഓരോ മിഷനും നിങ്ങളുടെ കമ്മീഷൻ വാങ്ങുന്നുണ്ടല്ലോ അല്ലേ? ഇല്ല. എന്താ ഇത്? અમારી પાંચ છે, પછી અમારે એનું હું જરૂર છે. മമ്മി എത്ര ഭംഗിയായിട്ടാ പറയുന്നത് നോക്കിയേ. എല്ലാം എന്റേതല്ലേന്ന്. എന്റെ മകനാണ്, വേറെന്താ വേണ്ടെന്നാ ചോദിക്കുന്നത്. താങ്ക് യു അമ്മ. ഇങ്ങോട്ട് വന്നതിന് വളരെ നന്ദി. Thank you. താങ്ക് യു വെരി മച്ച്. വരൂ. Thank you. ഭക്ഷണം റെഡി ആയെന്നാ തോന്നുന്നത്. അപ്പോ ഇപ്പോ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നോ? ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്കങ്ങ് സംസാരിക്കാം. അതെ, ടേസ്റ്റിംഗ് ഈസ് ബിലീവിംഗ്. അതിനോ നിങ്ങൾക്കും ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തയക്കാം. നിങ്ങളുടെ ഫുഡിന്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്, എസ്പെഷ്യലി പനീർ. വളരെ നന്നായിട്ടുണ്ട്. Yeah, it's amazing. അതിനോ ഓക്കെ, നിങ്ങൾ ആദ്യം ടേസ്റ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് നോക്കാം. അവരാദ്യം ടേസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് മാർക്കറ്റ് ഡിമാൻഡ് നോക്കാം. അപ്പൊ നമുക്ക് 100% കിട്ടുമല്ലോ. ഇതിൽ നിങ്ങൾ 4 വെറൈറ്റീസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ശരി, ഞാനിത് നിങ്ങളുടെ മെഷീനിൽ ചെയ്താൽ ഇതിന് എത്ര സമയം എടുക്കും? റബഡി ഉണ്ടാക്കാൻ ഏകദേശം 1 മണിക്കൂർ എടുക്കും. കാരണം പാലിനെ കുറുക്കി അതിപ്പോ ഗ്യാസിലും അത്രയും സമയം ആ എടുക്കും. അതെ തീർച്ചയായും. ബിരിയാണി ഉണ്ടാക്കാൻ ഏകദേശം 40 മിനിറ്റ് എടുക്കും. പനീർ ടിക്ക നിങ്ങൾ കണ്ടില്ലേ, 10-16 മിനിറ്റിനകം റെഡിയാണ്. എന്നിട്ട് ഖൗസായി ഉണ്ടാക്കാൻ ഏകദേശം 1/2 മണിക്കൂർ എടുക്കും. അല്ല, ഇത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കോ? ഇല്ല സർ. ഇല്ല. സർ, സർ, ഇവരുണ്ടാക്കിയത് മാജിക് ബോക്സ് അല്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇതെന്റെ അവകാശമാണ്, ഇതെന്റെ ജന്മ അവകാശമാണ്. ഓക്കെ, നമ്മുടെ ടൈറ്റൻസ് ഫുഡ് എൻജോയ് ചെയ്യട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഒന്ന് നോക്കാം. കാരണം അവർക്ക് കൊടുത്തത് മുഴുവനും അവര് പെട്ടെന്ന് തന്നെ തീർത്തിട്ടുണ്ട്. വോട്ടിംഗ് മീറ്റേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതെടുത്ത് യെസ് ഓർ നോ ബട്ടൺ അമർത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രൊഡക്റ്റിന് എത്ര മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട് എന്ന് ഞങ്ങളോട് പറയൂ. താങ്ക് യു. 96%. സൂപ്പർ. 4% ആളുകൾക്ക് ഇത് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയില്ല എന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ പനീർ ടിക്ക ഇഷ്ടമില്ലാത്ത ആളുകളായിരിക്കും. അവർക്ക് റബഡി ഉണ്ടാക്കി കൊടുത്താൽ അവരും ചേർന്നോളൂ. യതിൻ, നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് ഒരു തവണ കൂടി ഞങ്ങളുടെ ടൈറ്റൻസിനോട് പറയൂ. ഞങ്ങളുടെ ആസ്ക് 2 CR ആണ് ഓൺ കൺവെർട്ടബിൾ നോട്ട്. ഇതിൽ 2 കാര്യമുണ്ട്. അതായത് 20% ഡിസ്കൗണ്ട് ഉണ്ട്, പിന്നെ ക്യാപ്പും ഉണ്ട്. അത് 192 CR. നിങ്ങൾ മെഷീന്റെ കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങളത് ചോദിക്കാൻ വിട്ടുപോയി. അതെ, മെഷീന്റെ ഇപ്പോൾ ഇന്ത്യയിലെ പ്രൈസ് $75,000 ആണ്. പിന്നെ US ഞങ്ങള് $1,200 വിൽക്കുന്നത്. ഗ്രാജുവലി അത് 1,500 മൂവ് ആകും. നോഷ് ഓൾറെഡി 7 years ഓഫ് ലൈഫ് ടെസ്റ്റഡ് ആണ്. നിങ്ങൾ ആ കണക്കിൽ ഇത് നോക്കുകയാണെങ്കിൽ മാസത്തിൽ ഇന്ത്യയിൽ ഇത് ലെസ് ദാൻ 1,000 വരുന്നുള്ളൂ. കാരണം I see. വീക്കെൻഡിലെ ഓൺലൈൻ ഓർഡറിൽ തന്നെ അത് കവർ ആകും. ഇതുവരെ നിങ്ങളുടെ ഫാക്ടറി എത്ര പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫാക്ടറി കോൺട്രാക്ട് മാനുഫാക്ചറേഴ്സ് വഴിയാണ്. ഞങ്ങളിപ്പോ ഉണ്ടാക്കിയിരിക്കുന്ന വഴി നോക്കിയാൽ പെർ മന്ത് ഞങ്ങൾ 900 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. റണ്ണിങ് 3 ഷിഫ്റ്റ്സ്. പെർ ഷിഫ്റ്റ് നോക്കുകയാണെങ്കിൽ 300 യൂണിറ്റ്സ് ആണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് പെർ മന്ത്. ശരി, എനിക്കൊരു കാര്യം അറിയണം. നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്ഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? പിന്നെ US ആദ്യമായി എപ്പോഴാണ് വിറ്റത്? ഓഗസ്റ്റ് 24-നാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ബാച്ച് ഞങ്ങൾ റെഡിയാക്കിയത്. പക്ഷേ ഞങ്ങളുടെ ഡെമോ പ്രോഡക്ട്സ് എല്ലാം തന്നെ 21-ൽ ഞങ്ങൾ റെഡിയാക്കിയിരുന്നു. പക്ഷേ അതിന് ഞങ്ങൾ കുറച്ച് സമയമെടുത്ത് കസ്റ്റമർ ട്രയൽ നടത്തി അതിന്റെ ഫീഡ്ബാക്ക് എല്ലാം മേടിച്ച് കുറച്ച് ട്വീക്കിങ്ങും ചെയ്തു. ഞങ്ങൾ പ്രൊഡക്ഷന് മുമ്പ് തന്നെ 100 ട്രയൽസും ചെയ്തിട്ടുണ്ട്.
പിന്നീടാണ് ഞങ്ങൾ പ്രൊഡക്ഷൻ തുടങ്ങിയത് ഓഗസ്റ്റ് 2014. അതിൽ ഞങ്ങൾ 100 പ്രോഡക്ട്സ് ഉണ്ടാക്കി എല്ലാം ബാംഗ്ലൂരിൽ ഇറക്കുമതി ചെയ്തു. എന്നിട്ട് നോക്കി എന്തൊക്കെ പ്രശ്നങ്ങൾ അതിലുണ്ടെന്ന്. എന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ അടുത്ത സെറ്റ് ഓഫ് ഓർഡേഴ്സിലേക്ക് പോയത്. കാരണം ഞങ്ങളുടെ കയ്യിൽ ആദ്യം തന്നെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അത് ശരി. ആ കസ്റ്റമേഴ്സിനൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് ഡെലിവറി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ US-ല് 4 മാസം മുമ്പാണ് ഫസ്റ്റ് യൂണിറ്റ് അയച്ചത്. ഇതുപോലൊരു പ്രോഡക്റ്റിനെ കുറിച്ച് 100 കസ്റ്റമേഴ്സ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഈ കമ്മ്യൂണിറ്റിയിൽ എന്ത് കോൺവെർസേഷൻ ആണ് നടക്കുന്നത്? ഈ കമ്മ്യൂണിറ്റിയെ നിങ്ങൾ എങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നത്? അവരാണ് നിങ്ങളുടെ വേർഡ് ഓഫ് മൗത്ത്. ഏറ്റവും വലിയ അംബാസിഡേഴ്സ് ആണ് അവര്. സോ ഇന്ന് വരെ ഞങ്ങൾക്കുള്ള എല്ലാ യൂസേഴ്സും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനകത്തുണ്ട്. അതുവഴി അത് ഞങ്ങൾക്ക് ശരി. കണ്ടിന്യൂസ് ഫീഡ്ബാക്കും കിട്ടുന്നുണ്ട്. മാത്രമല്ല ഞങ്ങൾക്കൊരു പോർട്ടലും ഉണ്ട്. അവിടേക്ക് വന്ന് കസ്റ്റമേഴ്സിന് അവരുടെ ഫീഡ്ബാക്കും കൊടുക്കാന്നുള്ളതാ. പിന്നെ ബാക്കിയുള്ളവർക്ക് അത് അപ്വേർഡ് ചെയ്യാം, ഡൗൺവേർഡ് ചെയ്യാം. സോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു കസ്റ്റമർ കണക്ട് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവരുടെ ഉപ്പും ചോറും തിന്നവരാണ്. ഇനി നിങ്ങൾ കൈ കുറക്കാൻ തയ്യാറാണോന്ന് പറയൂ. ഐ തിങ്ക് എക്സലന്റ് വർക്ക്. പക്ഷേ ഞാനൊരു കോമ്പീറ്റിംഗ് പ്രൊഡക്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്ലയൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. Yes. അതുകൊണ്ട് എനിക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഇപ്പോൾ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനെക്കുറിച്ച് എനിക്ക് അത്രയൊന്നും അറിവില്ല. പക്ഷെ എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തരും. ഷീ ദ പീപ്പിൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനാവുമെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം. ടെക്നോളജി വളരെ നന്നായിട്ടുണ്ട്. ആൻഡ് റോബോട്ടിക് കുക്കിംഗ് ഇത് റിയലൈസ് ചെയ്യാൻ എത്ര പേർക്ക് സാധിക്കും? എന്നെ സംബന്ധിച്ച് യൂസ് കേസ് വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. ഒരുപക്ഷെ എനിക്ക് തെറ്റിയിരിക്കാം. എനിക്ക് തോന്നുന്നത് ഇവരുടെ കുക്കിംഗ് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്ത്യയെ സംബന്ധിച്ച് ഇതിന്റെ കേസ് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ US മാർക്കറ്റിനെ സംബന്ധിച്ച് സന്ദേശ് സാർ ഇവിടെ സന്ദേശ് സാർ, താങ്കളുടെ ഫൈനൽ വേർഡിക്റ്റ് പറയൂ. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അതായത് നിങ്ങൾക്ക് US-ൽ വാഷിംഗ്ടൺ DC ഏരിയയിൽ നിങ്ങൾക്കിത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു അവന്യൂ ഓപ്പൺ ചെയ്യാം. കാരണം ഇപ്പൊ ഇത് ഏർലി അഡോപ്റ്റർ ആണ്. കാരണം ഇപ്പൊ ഇത് ഏതെങ്കിലും NRI വന്ന് പർച്ചേസ് ചെയ്യുന്നത്, പിന്നെ പ്രോഡക്റ്റിൽ റിപ്പയർ ഇഷ്യൂ, പിന്നെ ആ കംഫർട്ട് ലെവൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ യു റീച്ച് സച്ച് എ യൂണിറ്റ്, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അവിടെ വന്ന് പ്രസന്റേഷൻ നൽകിയാൽ ഐ ക്യാൻ ഫെസിലിറ്റേറ്റ് ദാറ്റ് പ്രസന്റേഷൻ ഫോർ യു. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഓഫർ എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ എങ്ങോട്ടേക്ക് ക്ഷണിച്ച് അവിടെ പ്രൊമോഷൻ ചെയ്ത് യൂസ് കേസ് കാണണമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അതായത് റിക്വയർമെന്റും പിന്നെ അവിടുത്തെ മാർക്കറ്റ് ഡിമാൻഡും ഒക്കെ അദ്ദേഹം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഓഫറുകളൊന്നുമില്ല. പക്ഷേ എല്ലാവരും നിങ്ങളുടെ ഈ പ്രൊഡക്റ്റിനെ, ഈ ഒരു ഇന്നോവേഷനെ, ഈ ഒരു ടെക്കിനെ, പിന്നെ ടേസ്റ്റിനെ എല്ലാവരും ഇവിടെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഐഡിയാബാസിന്റെ വേദിയിലൂടെ നിങ്ങൾക്ക് വലിയ മാർക്കറ്റിംഗ് തന്നെ കിട്ടി. ഇനി വരാൻ പോകുന്ന ഓർഡറുകൾ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടെ വന്നതിനും ഇത്രയും സ്വാദിഷ്ടമായ ആഹാരം തന്നതിനും വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ആരെങ്കിലും കൈ കൊടുക്കുന്ന ഞാൻ വിചാരിച്ചത്. ചിലപ്പോൾ നിങ്ങൾ ബസ് അമർത്തുന്നു വരെ ഞാൻ ചിന്തിച്ചു. അല്ല പ്രതീക്, ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാ, ഞങ്ങള് ബസർ അമർത്തിയില്ലെങ്കിൽ ഈ കമ്പനി വലുതാകില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇത് നോക്ക്, എനിക്ക് കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ഇരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ഇത് ചെയ്തേനെ. ഓഡിയൻസിന് നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾക്ക് ടൈറ്റൻസിനോട് ബിസിനസിനെ പറ്റിയോ സ്റ്റാർട്ടപ്പിനെ പറ്റിയോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. യെസ് പ്ലീസ് സർ. ഞാൻ ഡോക്ടർ ദീപക് ഖവാത്തെ, വൈസ് പ്രിൻസിപ്പൽ SST കോളേജ് ആർട്സ് ആൻഡ് കോമേഴ്സ് ഉല്ലാസ്നഗർ. എനിക്ക് അനുപം സാറിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് സ്റ്റുഡൻസിന് ഓൺട്രപ്രണർഷിപ്പിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? ഓൺട്രപ്രണർഷിപ്പ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. അതുകൊണ്ട് താങ്കളുടെ സ്റ്റുഡൻസിനെ ഇനിയും ട്രെയിൻ ചെയ്യണം. ആൻട്രപ്രണർഷിപ്പിൽ ഫോക്കസ് ചെയ്യാൻ പറയണം. 2-3 വർഷം അവരേതെങ്കിലും ആൻട്രപ്രണേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യണം. അതിനുശേഷം ഒരു റെലവന്റ് എക്സ്പീരിയൻസ്, ബിസിനസ് ഐഡിയ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ധാരാളം മെന്റർഷിപ്പും ലഭിക്കും. പിന്നെ അവര് ഒരു സക്സസ്ഫുൾ ഐഡിയ കിട്ടാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഓക്കെ താങ്ക് യു സർ. അതായത് ഇന്റേൺഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങളുടെ കോളേജ് അതിനുള്ള പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട്. അതായത് ആക്ച്വൽ ബിസിനസ്സിന് പോയി. അപ്പോ നിങ്ങളുടെ ഐഡിയാസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. പിന്നെ ഞാൻ എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് അവർ ഫുഡ്വെയർ കമ്പനിയിലേക്ക് വന്ന് ഞങ്ങളുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, ഐഡിയ മഞ്ച് മുഖേനയാണെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു സർ.